ശ്രീ സക്കറിയ ജോർജ് റിട്ടയർഡ് SP ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ നിരപരാധിയാണെങ്കിൽ അവരെ സംബന്ധിച്ച് നിവിൻ പോളി നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. തനിക്ക് തന്റെ കരിയർ, തന്റെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകളെല്ലാം തകിടം മറിയും ഈ കേസ്. കാരണം ഇതിന്റെ നിജസ്ഥിതി എന്തെന്ന് കൃത്യമായി പരിശോധിക്കണം. ഇത് വ്യാജമായിട്ടുള്ള പരാതിയാണ്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ബ്ലാക്ക് മെയിലിനും ഉണ്ടോ എന്ന് പോലും താൻ സംശയിക്കുന്നുണ്ട് എന്ന് നിവിൻ പോളി പറയുമ്പോഴും 1.5 മാസം മുൻപ് ഇതേ യുവതി തന്നെ നിവിൻ പോളിക്കെതിരെ നേര്യമംഗലം സ്വദേശിയായ യുവതിയും എറണാകുളം ഊന്നുകൽ പോലീസിൽ സമാനമായ രീതിയിൽ പീഡന പരാതി നൽകിയിരുന്നു. പിന്നീട് ഈ യുവതിക്ക് നേരെ നിവിൻ പോളിയുടെ ഭാഗത്തുനിന്ന് സൈബർ ആക്രമണമുണ്ടായി. ഈ ലഹരിക്ക് അടിമയായ ദമ്പതികൾ അറസ്റ്റിലായി എന്ന രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ, വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടി ഈ യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. യുവതിയെ യാതൊരു വിധത്തിലുള്ള മുൻപരിചയവും ഇല്ല എന്നാണ് നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടപ്പോൾ നേരത്തെ വ്യക്തമാക്കിയത്. 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഒരു CA ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ, കാരണം ഒരു ഫേക്ക് ആയിട്ടൊരു അലിഗേഷൻ വരുവാണല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാൻ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും, അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി എന്ന് തോന്നുന്നു. പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞത്, ഇങ്ങനെ വിട്ടേക്കും, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം. എനിക്ക് അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ, എനിക്ക് ഒരു പരിചയമില്ല, ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇന്നെന്തോ FIR കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ FIRന്റെ മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ച് ഫുൾ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാൻ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു ഫേക്ക് ആണല്ലോ. പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ, അതല്ല. അത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇതേ മൂഡിലുള്ള പരിപാടിയായിരുന്നു. ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്നു, ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു, പിന്നെ എന്തോ പീഡിപ്പിച്ചു, അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ആരോപണങ്ങൾ, പരാതി, കേസ് പൂർണ്ണമായും നിഷേധിക്കുകയാണ് നിവിൻ പോളി. എന്നാൽ യുവതിയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഞാൻ പ്രൊഡ്യൂസർ AK സുനിൽ, ഫിലിം ആക്ടർ നിവിൻ പോളി തുടങ്ങിയ വ്യക്തികളുടെ പേരിൽ പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഈ കേസ് കൊടുത്തതിന്റെ പ്രതികാരമായി നിവിൻ പോളി എന്നെ മുൻപ് ഭീഷണിപ്പെടുത്തിയതുപോലെ PR വർക്ക് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിക്കുകയാണ്. ഹണി ട്രാപ്പിന് ശ്രമിച്ച കഞ്ചാവ് ദമ്പതികൾ പോലീസ് പിടിയിലെന്ന് ന്യൂസ് ഫേക്കായി ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. ഇത്തരത്തിൽ പല രീതിയിൽ തന്നെ ആക്ടർ നിവിൻ പോളി അപമാനിച്ചു, ഭീഷണിപ്പെടുത്തി. അടുത്ത തവണ എന്നെയും എന്റെ കുടുംബത്തെയും കൊന്നുകളയുമെന്ന രീതിയിൽ നിവിൻ പോളി ഭീഷണി മുഴക്കിയതായും ഈ പോലീസിന് നൽകിയ പരാതിയിൽ ഈ യുവതി ആരോപിക്കുന്നുണ്ട്, പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ മാധ്യമങ്ങൾ കൊച്ചിയിൽ നിവിൻ പോളിയെ കണ്ടപ്പോൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. എന്നാൽ ഈ യുവതിയെ യാതൊരു പരാതിയുമില്ല എന്നാണ്, യാതൊരു മുൻപരിചയവുമില്ല എന്നാണ് നിവിൻ പോളി പ്രതികരിച്ചത്. നവമി ദിനേശിലേക്ക് വീണ്ടും. നവമി, നിവിൻ പോളി പറഞ്ഞത് യുവതിയെ യാതൊരു രീതിയിലുള്ള മുൻപരിചയവും ഇല്ല എന്ന്. പക്ഷേ ഇതിനു മുൻപ് നിവിൻ പോളിയോട് നമ്മൾ ചോദിച്ചു, അങ്ങനെ യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ഒരു യുവതി വന്ന് ഇതേ രീതിയിൽ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയതിന്റെ ഉദ്ദേശം എന്താകും? ബ്ലാക്ക് മെയിലിംഗ് ആണോ?
അങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ ഒരു തവണ പരാതി നൽകാം. നിവിൻ പോളി അങ്ങനെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിലൊരു മറുപരാതി നൽകിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നിവിൻ പോളിക്ക് യാതൊരു മറുപടിയും ഉണ്ടായില്ലല്ലോ നവമി. ടോം, ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നിവിൻ പോളി പറഞ്ഞത് ആദ്യ സമയത്ത്, അതായത് 1.5 മാസം മുൻപ് തന്നെ പോലീസ് ബന്ധപ്പെടുകയും പിന്നെ പോലീസ് തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഇതൊരു വ്യാജ പരാതിയാണ്, അല്ലെങ്കിൽ ഇതിൽ കഴമ്പില്ല എന്ന് പോലീസ് തന്നെ പറയുകയും പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചു എന്ന് തന്നോട് വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് താൻ ഇത് നിയമോപദേശം തേടി തന്റെ അഭിഭാഷകനോട് ചോദിച്ചു. അപ്പൊ അഭിഭാഷകൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിന്റെ പുറകിൽ പോകണ്ട, അത് ആരാണെന്ന് അന്വേഷിച്ച് പോകണ്ട എന്നുള്ളൊരു മറുപടി തനിക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താൻ ഈ പരാതിയുടെ പിന്നാലെ പോകാഞ്ഞത്. തനിക്ക് യാതൊരു പരിചയവുമില്ലാത്തൊരു പെൺകുട്ടി തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി തരുമ്പോൾ പിന്നീട് അത് പോലീസും അത് അന്വേഷിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പിന്നീട് താൻ ഇതിനുമായി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് തനിക്ക് സ്വയം തോന്നി എന്ന് നിവിൻ പോളി മറുപടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് താൻ ഈ പരാതിയിലോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയോ അന്വേഷിച്ച് പോകാതിരുന്നത് എന്നുകൂടി നിവിൻ പോളി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം ഇത് തനിക്കെതിരെ വന്ന ഈ വ്യാജ പരാതി അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നതിന് ഏതറ്റം വരെയും താൻ പോകും. ഈ പരാതിക്കാരിയോ അല്ലെങ്കിൽ പരാതിക്ക് ആസ്പദമായ സംഭവവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഈ മറ്റ് പ്രതികളിൽ ഒരാളുമായി മാത്രം തനിക്ക് ബന്ധമുണ്ട്. അത് ചില സാമ്പത്തിക ഇടപാടുകൾ, അതായത് സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണുള്ളത്. അല്ലാതെ ഈ പരാതിക്കാരിയോ 1-ാം പ്രതിവിനെയോ ഒന്നും തന്നെ തനിക്ക് അറിയില്ല. 1.5 മാസം മുൻപ് പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിയമമായോ അല്ലെങ്കിൽ മറ്റു രീതികളിലോ ഒന്നും താൻ മുന്നോട്ട് പോകാത്തത് എന്നുകൂടി നിവിൻ പോളി പറയുന്നുണ്ട്. എന്തായാലും ഇനി ഇതിന്റെ നിജസ്ഥിതി അല്ലെങ്കിൽ ഈ പരാതിക്ക് കഴമ്പുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്. പോലീസ് സ്വാഭാവികമായും നിവിൻ പോളിയും ഈ പരാതിക്കാരിയും വിദേശത്ത് പോയ സമയവും അല്ലെങ്കിൽ ആ തീയതികളും ഈ പരാതി നൽകിയ തീയതികളും നോക്കേണ്ടതുണ്ട്. ഒപ്പം ഈ മറ്റ് പ്രതികൾ, അതായത് 6 പ്രതികളാണ്, 6-ാം പ്രതിയായാണ് നിവിൻ പോളിനെ കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് പ്രതികളുമായി മറ്റുള്ളവരുമായി തനിക്ക് പരിചയമില്ല എന്ന നിവിൻ പോളിയുടെ വാദം ശരിയാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഇനി അന്വേഷണ സംഘമാണ്. തീർച്ചയായും അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. കാരണം മറ്റു പ്രതികളെ അവരുടെ ചോദ്യം ചെയ്യലിലേക്ക് കിടക്കണം. സ്വാഭാവികമായും ഈ യുവതിയിൽ നിന്നും ഇപ്പോൾ ഓൺലൈൻ വഴി മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. ഇനി ഈ ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഇതിന്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ യുവതിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ നവമി? സ്വാഭാവികമായും ടോം, കാരണം ഇത് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ അത് എന്നുണ്ടാകുമെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നില്ല. അതെന്തായാലും നാളെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നമുക്കത് വിവരങ്ങൾ തേടേണ്ടി വരും. എന്തായാലും ഈ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പരാതിയിൽ വീണ്ടും പോലീസിനെ സമീപിക്കുകയും ആ പോലീസ് വീണ്ടും FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിനു മുൻപ് നമുക്കറിയാം ഈ നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട പരാതിക്കാരുടെ അടക്കം മൊഴി അന്വേഷണ സംഘം ഇതിനു മുൻപ് തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ആദ്യഘട്ട മൊഴിയെടുപ്പെല്ലാം അവസാനിച്ചു. അതിനിടയിലാണ് നിവിൻ പോളിക്കെതിരെ പരാതിയുമായി പെൺകുട്ടി രംഗത്തെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ പെൺകുട്ടിയുടെ പരാതിയും തെളിവുകളും സഹിതം അന്വേഷണ സംഘത്തിന് ഇനി രേഖപ്പെടുത്തേണ്ടതും ശേഖരിക്കേണ്ടതുമുണ്ട്. എന്തായാലും നാളെ മുതൽ നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും. അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം ഏത് വിധത്തിലാണെന്നും അറിയാൻ സാധിക്കും. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. കാരണം വിദേശത്താണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 2023 നവംബറിൽ തന്നെ കെട്ടിയിട്ട് ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ചുവെന്നാണ് ഈ യുവതിയുടെ പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ നിവിൻ പോളി നിർമ്മാതാവ് സുനിൽ ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കേസ്. നിവിൻ പോളി കേസിലെ 6-ാം പ്രതിയാണ്. ഒരു ശ്രേയ എന്ന യുവതി, അതായത് ഈ യുവതിയുടെ പരാതിക്കാരിയായ യുവതിയുടെ സുഹൃത്താണ് 1-ാം പ്രതി. ഈ യുവതിയാണ്
ഈ പരാതിക്കാരിയെ ഈ നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർക്ക് മുന്നിൽ എത്തിച്ചു നൽകിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലീസ് പ്രാഥമികമായി ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. യുവതിയിൽ നിന്നും മൊഴി ഓൺലൈൻ വഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണം ഉടൻ തന്നെ ഉണ്ടാകും. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ കാര്യം ഇതിന്റെ അന്വേഷണം നടക്കേണ്ടത് വിദേശത്താണ് എന്നുള്ളതാണ്. എന്തായാലും നിവിൻ പോളിയിലേക്ക് ഇനി കാര്യങ്ങൾ നീങ്ങുന്നു. മറ്റു പല പ്രമുഖരും സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെ ഉള്ളവരുടെ പട്ടികയിലേക്കാണ് നിവിൻ പോളിയുടെ പേരും വരുന്നത്. പോലീസ് പട്രോളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.